ഇനി നമ്മൾ ചെയ്യാൻ പോകണം, ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തൊരു കാര്യമാണ് ഒരു ടയർ ഊരി എങ്ങനെ വീൽ ചെയ്യാമെന്ന്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ വീല് പഠിക്കണം. അപ്പോൾ ആ വീൽ ചെയ്യുന്ന ടിപ്പെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് നമുക്ക് ടയർ ഊരി വീൽ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം വേണ്ടത് നല്ല ബ്രേക്ക് വേണം, ബാക്ക് ബ്രേക്കാണ് വേണ്ടത്, മസ്റ്റാണ്. നല്ല കട്ടക്ക് ബാക്ക് ബ്രേക്ക് വേണം. അപ്പം എല്ലാവരും വിചാരിച്ചതാ ഇങ്ങനെ പൊന്തിച്ചാൽ ഫ്രണ്ട് പൊങ്ങുന്നതാണ്. അത് തെറ്റാണ്. 70% എനർജി നമ്മളെ പെറ്റൽമയ്ക്ക് നമ്മൾ കൊടുക്കണം. ബാക്കി 30% എനർജി മാത്രം ഹാൻഡിൽ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾ ഇപ്പോൾ വീല് പഠിക്കുന്നവരാണെങ്കിൽ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടണം. കാരണം എന്താ വെച്ചാൽ ബാലൻസ് കിട്ടൂല. പിന്നെ സീറ്റ് ഒന്ന് സ്പാൻഡർ എടുത്ത് തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താത്തി കൊടുക്കണം, സ്റ്റോപ്പാക്കി കൊടുക്കണം. സൈക്കിളിന് നല്ലൊരു സസ്പെൻഷൻ മസ്റ്റാണ്. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ വണ്ടി കംപ്ലൈൻ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. ഫ്രണ്ടിൽ ഗിയറുള്ള സൈക്കിളാണെങ്കിൽ ഫ്രണ്ടിലത്തെ ഗിയർ ഒന്നിലും ബാക്കത്തെ ഗിയർ ഒന്നിലും ഇടണം. മെയിനായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് ബ്രേക്ക് കൺട്രോളിങ്. ഒരു വിരലുകൊണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. ആദ്യം നമ്മൾ കൺട്രോളിങ് പഠിക്കണം, പിന്നെ വികൽ എങ്ങനെയാണെന്ന് പഠിക്കണം. അപ്പം വികൽ എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചുതരാം, വിൽക്കുമ്പോൾ എങ്ങനെ ജമ്പ് ചെയ്യണം ഞാൻ പഠിപ്പിച്ചുതരാം. ചില സമയത്ത് ബ്രേക്ക് കിട്ടില്ല, അപ്പം ഇങ്ങനെ വെക്കണം. അപ്പോൾ ഈ ബ്രേക്ക് പിടിക്കണം, അല്ലെങ്കിൽ സൈക്കിൾ ഇങ്ങനെ ആയിട്ട് നമ്മളിങ്ങനെ വികിട്ടും. അപ്പം സേഫ്റ്റി മസ്റ്റാണ്. അപ്പോൾ ഇതിന് ഈ ഫ്രണ്ട് വെക്കുന്ന സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇതിൻ്റെ പേര് വീലി എന്നാട്ടും. ഫസ്റ്റ് നമ്മൾ ലോ സ്പീഡ് പോയാൽ മതി പഠിക്കുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ടിപ്പ് എന്താ വെച്ചാൽ കാര്യം ഈ ഒരു പൊസിഷനിൽ വെക്കുക, ഇവിടെ ഇത് വെക്കുക. ഇവിടെ ചവിട്ടുമ്പോൾ ചവിട്ടലിൻ്റെ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഹാൻഡിലൊന്ന് പൊക്കുക. ഇങ്ങനെ നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഫീൽ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴാണ് ഈ ബ്രേക്ക് കൺട്രോളിങ് എങ്ങനെയാണെന്ന് ഞാൻ പഠിപ്പിച്ചുതരാം. അപ്പൊ ഇങ്ങനെ നമ്മൾ വീല് പഠിച്ച് ഇനി നമുക്ക് ടയർ ഊരി എങ്ങനെ വീല് ചെയ്യാൻ നോക്കാം. നമുക്ക് ആദ്യം ടയർ ഊരി കൊടുക്കാം കേട്ടോ. ഇനി നമ്മളിതാ വീല് ചെയ്യാൻ പഠിച്ചല്ലോ, അതേപോലെ വീല് ചെയ്യുക, ബ്രേക്ക് കൺട്രോളിങ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മാക്സിമം പോകാൻ ശ്രമിക്കുക. ഇങ്ങനെ ഉദാഹരണമൊക്കെ സാധ്യതയുണ്ട്. അപ്പം ബ്രേക്ക് കൺട്രോളിങ് മസ്റ്റായിട്ടും പഠിക്കണം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതുപോലെയുള്ള സ്റ്റണ്ടുകൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതാണ്.